ഇന്ന് നമ്മൾ ചക്ക വേവിക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ചക്കക്കുരു കുക്കറിൻ്റെ ഏറ്റവും അടിയിലിടുക. അത് കഴിഞ്ഞിട്ട് ചക്ക അതിൻ്റെ മേളിൽ ഇടണം. ചെറിയ ജാറെടുത്ത് വെച്ച് തേങ്ങ ഒരു മുറി ചിരകിയത് അതിനകത്തോട്ട് ഇടുക. ഒരു 5 പച്ചമുളക് ഇടുക. ജീരകപ്പൊടി 1 സ്പൂണ്, 6 ചില്ലി വെളുത്തുള്ളി, ഇവയെല്ലാം ഇട്ടിട്ട് നമ്മൾ അരയ്ക്കണം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ഇടുക. നമ്മൾ ചക്കയുടെ മേളിൽ ഈ അരപ്പിടുക. 1.5 മഗ് വെള്ളം നമ്മൾ അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. അത് വേകാൻ വേണ്ടിയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇച്ചിരി കറിവേപ്പില അതിൻ്റെ കൂട്ടത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇടണം. എന്നിട്ട് മൂടി അടച്ച് വെക്കണം. വിസിൽ വരുമ്പോഴത്തേന് ഈ ചക്ക ഇത് ഓഫാക്കണം. ചക്ക വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തവി ഇട്ടിട്ട് നല്ലപോലെ കുഴയ്ക്കണം. അപ്പം ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റണം. നമ്മളിപ്പോൾ ഈ പാത്രത്തിലോട്ട് മാറ്റുവാണ്. നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ശകലം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല രുചിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.